ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ചാനൽ. നമ്മൾ സാധാരണ കേസിൽ ഉപയോഗിക്കുന്ന 3 ടേംസ്, പക്ഷേ ആ ടേംസ് തമ്മിൽ പരസ്പരം നമുക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടറിങ്, ഫോർഫെയ്റ്റിംഗ് ആൻഡ് ഫോർഫീറ്റിംഗ്. ഫാക്ടറിങ്, ഫോർഫെയ്റ്റിംഗ് ആൻഡ് ഫോർഫീറ്റിംഗ്. ഇപ്പോൾ 3 വാക്കുകളും കേൾക്കുമ്പോൾ ഒരേ കണക്ക് പോകുന്നു, പക്ഷേ 3നും 3 മീനിങ്ങാണുള്ളത്. ഫാക്ടറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് മീനിങ് ഇത്രയേ ഉള്ളൂ. സാധാരണ കേസിൽ ഒരു ബിസിനസ് യൂണിറ്റ് കസ്റ്റമേഴ്സിനോ മറ്റ് ബിസിനസ് യൂണിറ്റ്സിനോ ക്രെഡിറ്റിന് ഗുഡ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ എമൗണ്ട് ബിസിനസ്സിന് തിരിച്ച് കിട്ടേണ്ടി വരും. അങ്ങനെ ബിസിനസ്സിന് കൊടുക്കേണ്ട എമൗണ്ട് കസ്റ്റമേഴ്സോ മറ്റ് ബിസിനസ് യൂണിറ്റ്സോ ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് യൂണിറ്റ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ചിലപ്പോൾ അത് കളക്ട് ചെയ്തെടുക്കാനുള്ള സമയം ചിലപ്പോൾ ഈ ഇഷ്യൂ ചെയ്യുന്ന ബിസിനസ് യൂണിറ്റ്സിന് അതിനുള്ള സമയമോ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് കിട്ടേണ്ട ബിൽസ് റെസീവബിളും ഇൻവോയ്സും അവരൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്ന ഏജൻസി ഏൽപ്പിക്കുന്നു. ഫാക്ടർ എന്ത് ചെയ്യും? ഈ ഇൻവോയ്സുകളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഒരു 80%, 90%, ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ ബിസിനസ് യൂണിറ്റ്സിന് കൊടുക്കും. എന്നിട്ട് കസ്റ്റമേഴ്സിൽ നിന്നും നേരിട്ട് ഈ പറഞ്ഞ ഫാക്ടർ എന്ത് ചെയ്യും? പേയ്മെൻറ്റ് കളക്ട് ചെയ്യും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഈ അക്കൗണ്ട്സ് റെസീവബിളെല്ലാം തേർഡ് പാർട്ടി ഇഷ്യൂ ചെയ്യുന്നത് വഴി എമൗണ്ട് സെറ്റിൽ ആവാനും അതുവഴി കസ്റ്റമേഴ്സിൽ നിന്ന് എമൗണ്ട് പിരിച്ചെടുക്കേണ്ട റിസ്ക് നമുക്കില്ല, ബിസിനസ് യൂണിറ്റ്സിനില്ല, ഫാക്ടർക്കുള്ള. കാരണം ഫാക്ടറിന് ഓൾറെഡി നമ്മൾ റെസീവബിൾസ് കൊടുത്തു കഴിഞ്ഞു, അവർ നമുക്ക് എന്ത് ചെയ്തു? പേയ്മെൻറ്റ് തന്നു. ഇനി ഫാക്ടർ കസ്റ്റമേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു. ഇനി ഇതേ കോൺസെപ്റ്റ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഫോർഫെയ്റ്റിംഗ്. ഇവിടെ ഒരു എക്സ്പോർട്ടർ കാണും, ഒരു ഇമ്പോർട്ടർ കാണും. എക്സ്പോർട്ടർ ഗുഡ്സ് ക്രെഡിറ്റിന് ഇഷ്യൂ ചെയ്യുന്നു, ആർക്ക്? ഇമ്പോർട്ടർക്ക്. അപ്പോൾ ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റിനാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് സ്വാഭാവികമായി എക്സ്പോർട്ടർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രാൻസാക്ഷനിൽ ഇമ്പോർട്ടേഴ്സിൻ്റെ പേയ്മെൻറ്റ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്, റെസിപ്റ്റ്സുകളെല്ലാം കളക്ട് ചെയ്യുന്നത് ബാങ്ക് ആയിരിക്കും. അപ്പോൾ ഇമ്പോർട്ടറുടെ ഒരു ബാങ്ക് കാണും. എന്നാൽ എക്സ്പോർട്ടർക്ക് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്, ഇമ്പോർട്ടൻ്റ് ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഫലമായിട്ട് ഈ റെസീവബിൾസ് കളക്ട് ചെയ്യാനായിട്ട് ആരെ ഏൽപ്പിക്കും? വേറൊരു ഏജൻസി ഏൽപ്പിക്കും. അതാണ് ഫോർഫെയ്റ്റർ. ഇപ്പോൾ ഫോർഫെയ്റ്റർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടറിൽ നിന്നും ഈ റെസീവബിൾസ് കളക്ട് ചെയ്യുകയും എക്സ്പോർട്ടർക്ക് ഒരു 80%, 90%, ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ഈ ഇമ്പോർട്ടറുടെ ബാങ്കിൽ നിന്നും ഈ ഫോർഫെയ്റ്റർ എന്ത് ചെയ്യുന്നു? ഈ എക്സ്പോർട്ടർ കൊടുക്കേണ്ട പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു. ഇതാണ് ഫോർഫെയ്റ്റ്. എന്നാൽ ഈ പറഞ്ഞ 2 കോൺസെപ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് 3ാമത്തെ കോൺസെപ്റ്റ്. അത് ഫോർഫെയ്റ്റിംഗ്. ഫോർഫെയ്റ്റിങ്ങിനെ സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ ആവട്ടെ, പ്രിഫറൻസ് ഷെയർ ആവട്ടെ. ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും വേണമെങ്കിൽ ലംസം എമൗണ്ട് ഷെയർ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഷെയർ കളക്ട് ചെയ്യാം. ഇൻസ്റ്റാൾമെൻറ്റിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഇങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് മണി പോകുക. ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ആപ്ലിക്കേഷൻ മണി പേ ചെയ്തു, അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തു, കോൾ മണി വിളിച്ചു, മീൻസ് കോൾ ചെയ്തു, തന്നില്ല, സെക്കൻഡ് കോൾ മണി കോൾ ചെയ്തു, തന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നോൺ പേയ്മെൻ്റ് ആവും. നോൺ പേയ്മെൻ്റ് ആകുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഇത്ര ദിവസത്തിനകം നിങ്ങളെ പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് റെഡിയാക്കണം, അല്ലെങ്കിൽ തിരിച്ച് തരണം എന്ന് ഒരു ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? നോട്ടീസ് കൊടുക്കും. പക്ഷേ 1, 2, 3 നോട്ടീസ് കൊടുത്തതിന് ശേഷവും ആര് വില്ലിങ് അല്ല? ഈ ഷെയർ ഹോൾഡർ പേയ്മെൻറ്റ് തരാൻ വില്ലിങ് അല്ല എങ്കിൽ അയാളുടെ മൊത്തം ഷെയർ ഹോൾഡിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ഈ ക്യാൻസലേഷൻ ഓഫ് ഷെയർസിന് പറയുന്ന പേരാണ് ഫോർഫീറ്റിംഗ്. ഈ ഫോർഫീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മെമ്മോറാണ്ടത്തിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലോ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിലോ പറഞ്ഞ പ്രൊവിഷൻ അനുസരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തീരുമാനിക്കാം ഈ ഷെയർസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഫോർഫിറ്റ് ചെയ്ത ഷെയർസ് വേണമെങ്കിൽ റീഇഷ്യൂ ചെയ്യാം. അപ്പോൾ റീഇഷ്യൂ ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്: ഫാക്ടറിങ്, ഫോർഫെയ്റ്റിംഗ്, ഫോർഫീറ്റിംഗ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.